പ്രാചീന ജ്യോതിശാസ്ത്രത്തിൻ്റെ, അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മളിതൊരു വാനനിരീക്ഷണത്തിലൂടെയും ഒക്കെയാണല്ലോ ഇതിനെ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ശനി ഭയങ്കര മോശമായിട്ടുള്ള ഒരാളായിട്ടൊക്കെയാണ് നമ്മൾ ചിത്രീകരിക്കുക, അല്ലേ? ശുക്രൻ ഭയങ്കര തിളക്കം, നോക്കുമ്പോൾ ഭയങ്കര തിളക്കമുള്ള നക്ഷത്രം ആയതുകൊണ്ട് ശുക്രൻ വിവാഹം കഴിച്ചാലേ തിളക്കം ഉണ്ടാവും എന്നറിയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഈ പ്രാചീനമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസ് ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ അഷ്ടാവർഗം, ഷോഡശവർഗം, ചതുഷ്ഷഷ്ടിയായിട്ട് 64 അംശകമൊക്കെ എടുത്തിട്ട് നമ്മൾ വർഗം ചെയ്യുക. അങ്ങനെ ഇൻഡെപ്തിൽ വർഗം ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ടൊരു അക്യുറസി കിട്ടുള്ളൂ. പക്ഷേ ഈ അക്യുറസി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പരിമിതികൾ വരും. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് മാക്സിമം പോവുകയാണെങ്കിൽ ഒരാളെ ഒക്കെ നമുക്ക് അത്തരത്തിൽ കൺസൾട്ടേഷൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് ചിലപ്പം ഒരുപാട് സമയം എടുത്തെന്ന് വരും. ഒരു ദിവസത്തിൽ പകുതിയോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനോ ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിന് കൃത്യതയുണ്ടാകും. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഇത്തരത്തിലുള്ള ഇൻഡെപ്തിലുള്ള നോളജ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രാചീന ഗ്രന്ഥങ്ങളിലുള്ള അവലോകനങ്ങളില്ലാത്തതിൻ്റെ ചില പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ഈ അക്യുറസി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്.